യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. യൂദായുടെ ഓഹരി. യൂദാഗോത്രത്തിൽ നിന്ന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച ഓഹരി തെക്ക് സീൻ മരുഭൂമിയിലെ തെക്കേയറ്റമായ ഏദോം അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്നു. അവയുടെ തെക്കേ അതിർത്തി ഉപ്പുകടലിൻ്റെ തെക്കോട്ട് നീണ്ടുകിടക്കുന്ന ഉൾക്കടലിൽ ആരംഭിക്കുന്നു. അത് അക്രാമിൻ്റെ കയറ്റത്തിലും തെക്കോട്ട് ചെന്ന് സീനിലേക്ക് കടന്ന് കാദോഷിൻ്റെ തെക്ക് ഭാഗത്തുകൂടി ഹെസ്രോണിലെ ആധാറിലെത്തി അക്കറാസിയയിലേക്ക് തിരിയുന്നു. അവിടെ നിന്ന് ആസ്മോൻ കടന്ന് ഈജിപ്ത് വരെ കടലിൽ അവസാനിക്കുന്നു. ഇതായിരിക്കും നിങ്ങളുടെ അതിർത്തി. ജോർദാൻ നദിമുഖം വരെയുള്ള ഉപ്പ് കടലായിരിക്കും നിങ്ങളുടെ കിഴക്കേ അതിർത്തി. വടക്കേ അതിർത്തി ജോർദാൻ നദിമുഖത്തുള്ള ഉൾക്കടലിൽ നിന്ന് ആരംഭിക്കുന്നു. അത് ബെത്ഖായിലേക്ക് പോയി ബെത്ഖായിയുടെ വടക്കുവശത്ത് കടന്ന് റൂബൻ്റെ മകൻ ആഹോൻ്റെ ശില വരെ പോകുന്നു. തുടർന്ന് ആഹോൻ താഴ്വരയിൽ നിന്ന് റബീത്തർ വരെ പോയി വടക്കോട്ട് ഗിൽഗാലിലേക്ക് തിരിയുന്നു. താഴ്വരയുടെ തെക്കേ വശത്തു കൂടെ അമൂദിയും കയറ്റത്തിൻ്റെ എതിർവശത്താണ് ഗിൽഗാൽ അതിർത്തി. ഏഷാമേശ് ജലാശയത്തിലൂടെ കടന്ന് എൻറോയിലെത്തുന്നു. അവിടെ നിന്ന് അത് ജെറുസലേമിൻ്റെ തെക്കേയറ്റത്ത് ബിൻ ഹിന്നോൻ താഴ്വര വരെ പോകുന്നു. ബിൻ ഹിന്നോൻ താഴ്വരയുടെ മുൻപിൽ പടിഞ്ഞാറോട്ടും റഫായി താഴ്വരയുടെ അടുത്ത് വടക്കോട്ടുമുള്ള മലമ്പ്രദേശത്ത് കയറുന്നു. വീണ്ടും അത് മലമുകളിൽ നിന്ന് നെപ്തോല അരൂബിയിൽ വരെയും അവിടെ നിന്ന് എഫ്രോൺ മലയുടെ പട്ടണങ്ങൾ വരെയും അവിടെ നിന്ന് ബാലാമിലേക്ക്, അതായത് കിരിയാത്യാനത്തേക്കും മടങ്ങി പോകുന്നു. ബാലാമിലൂടെ പശ്ചിമഭാഗത്തൂടെ കടന്ന് സേർ മലയിലെത്തി യയാറീം മലയുടെ കേസോണിൻ്റെ വടക്ക് ഭാഗത്തൂടെ കടന്ന് ബേഷോമിലെത്തി തിമ്നായിലൂടെ നീങ്ങുന്നു. ഇത് എക്രോണിൻ്റെ വടക്ക് ഭാഗത്ത് കുന്നിൻചെരിയിലൂടെ ചെന്ന് ഷിക്കോൺ ചുറ്റി ബലായ മല കടന്ന് യബ്നോണിലെത്തി സമുദ്രത്തിൽ വന്ന് അവസാനിക്കുന്നു. പടിഞ്ഞാറേ അതിർത്തി മഹാസമുദ്രവും അതിൻ്റെ തീരദേശവുമായി യൂദാഗോത്രത്തിൻ്റെ കുടുംബത്തിന് ലഭിച്ച അവകാശത്തിന് ചുറ്റുമുള്ള അതിർത്തിയാണിത്. യോശുവയുടെ കർത്താവ് അരുളിച്ചതനുസരിച്ച് യെഫൂന്നായുടെ മകനായ കാലേബയുടെ യൂദാഗോത്രത്തിൻ്റെ ഇടയിൽ കിരിയാത്ത് ഹിബ്രോൺ കൊടുത്തു. അനാക്കിയുടെ പിതാവായിരുന്നു. അവിടെ നിന്ന് കാലേബ് അനീക്കായുടെ സന്തതികൾ ഷേഷായി, അഹിമോൻ, താഴെ ഏസി തുരുത്തി. പിന്നീട് അവർ യാദീർ നിവാസികൾക്കെതിരെ പുറപ്പെട്ടു. യദീമിൻ്റെ പഴയ പേര് കിരിയാത്തോർ എന്നായിരുന്നു. കാലേബ് പറഞ്ഞു, കിരിയാത്തോർ പിടിച്ചെടുക്കുന്ന എൻ്റെ മകൾ അക്സായെ ഞാൻ ഭാര്യയായി കൊടുക്കും. കാലേബിൻ്റെ സഹോദരൻ കേനാസിൻ്റെ മകൻ ഒപ്തേനിയായിലെ അത് പിടിച്ചെടുത്തു. അവന് തൻ്റെ മകളായ അക്സാലായെ കാലേബ് ഭാര്യയായി നൽകി. അവളടുത്ത് ചെന്നപ്പോൾ പിതാവിനോട് ഒരു വയൽ ചോദിക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, എനിക്കൊരു സമ്മാനം വേണം. നീ എന്നെ നെഗേമിലേക്ക് അയക്കുന്നതിനാൽ എനിക്ക് നീരുറവുകൾ തരണം. കാലേബ് അവൾക്ക് മലയും താഴ്വരകളും നീരുറവുകൾ കൊടുത്തു. യൂദാഗോത്രത്തിന് കുടുംബക്രമമനുസരിച്ച് ലഭിച്ച അവകാശം തെക്കേയറ്റത്ത് ഏദോം അതിർത്തി വരെ യൂദാഗോത്രത്തിനുള്ള പട്ടണങ്ങൾ ഇവയാണ്: കബ്ബേസേർ, ക്ലാദർ, ദാഗൂർ, സീന, ദീനോ, അനാദ, ഷെക്കേൻ, ഇദിയാർ, സീഫ്, തേലേം, ബെത്സായ, മരിയാത്ത്, ഹെബ്രോൺ, ആമാം, ഷോള, മടാഷെ, ഹസാദെ, കെസ്തോ, പലാദ്, ഹസ്താലൂൺ, ബെർബേഷ, തിപ്തേരിയ, ബാല, ഏസീം എന്നിവയിൽ ഹോർമോസിലാക്ക്, ആറ്റ്സെ, ഒരബോത്ത്, ഷിൽഹീം, ഐറോൺ. അങ്ങനെ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും സമുദ്രത്തിലെ സോൻ, സോറ, അഷ്ന, സേന,
എനാക്കീം, അപ്പുവ, യാറൂദ് എന്നിവയൊക്കെ ഷാരീം, തായീം, ഗദറായീം എന്നീ 14 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, എസോൻ, ഹെർദ, മിൽദ, ഷാലോം, മിസ്പെ, യോത്തോൻ, താലീഫ്, എഗ്ലോൻ, കാബോൺ, എലിയാത്ത്, ഗെറിയാത്ത്, ബെസ്ഗോൻ, നാമ, മക്കോ എന്നീ 16 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ലിബിന, യത്തോർ, ആഷാർ, ഇപ്ത, യഷ്നാം, നെയ്ബ്, കെയില, എഷ്തീം എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളിലും, എക്രോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, എക്രോൺ മുതൽ സമുദ്രം വരെ ആഷ്തോണിൻ്റെ അരികിലുള്ള പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ആഷ്തോണിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഗാസായിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും, ഈജിപ്തിനോടും മഹാസമുദ്രവും അതിൻ്റെ തീരവും വരെ മലമ്പ്രദേശങ്ങളിൽ ഷാമീർ, യത്തീർ, സോക്കോ, ദന്ന, ഏനാവ്, എസ്തോ, ഏനീം, ഗോഷൻ, ഹോലോൺ, ഗീലോ എന്നീ 11 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ആറാബ്, ദൂമ, ഏഷാൽ, യാനി, ബത്ലോം, ഊത്ത, കിരിയാത്ത്, ആർബോ, ഹെബ്രോൺ, സിയോർ എന്നീ 9 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മാവോൻ, കാർമൽ, സിഫ്, യൂത്ത, യാസേൽ, യോഷേം, സനോവ, കാമിൽ, ഗിൽബിയ, പീന എന്നീ 10 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, ഹാൽകൂർ, ബസ്തൂർ, ഗോദോർ, മിറാദ്, ബത്തോദ്, എൽത്തക്കൻ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, കിരിയാത്, റബ്ര എന്നീ 2 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും, മരുഭൂമിയിൽ ബത്സ്ബ, മിത്സൂൺ, സെക്കോ, നിഷ്ബ നഗരം, എൻഷിബ എന്നീ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. എന്നാൽ യൂദാഗോത്രത്തിൻ്റെ ജെറുസലേം നിവാസികളിലെ യെബൂസ്യരെ തുരത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്നും യെബൂസ്യർ അവരോടൊന്ന് ജെറുസലേമിൽ വസിക്കുന്നു. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.